ഞങ്ങളെപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് ചില ഇടനിലക്കാരുണ്ട്. ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിനെ കുറിച്ചും പറഞ്ഞു. അതെല്ലാം ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. ഇപ്പൊ SP എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല, വിസിലടിച്ചിട്ടില്ല, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അടിക്കാൻ പറയാതെ വിസിലടിക്കാതെ ലാത്തി ചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു MPയുടെ തലയ്ക്കും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി. തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന MPയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ല, ഇത് മനസ്സിലാകേണ്ട പ്രശ്നം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ആരോടും പറഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ, ED നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല. പിന്നെ എന്നാണ് നമ്മുടെ അറിവ്. ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ? ഇപ്പോ MA ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അത് ഇല്ലാതായെന്ന്. അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അത് ഇല്ലാതായെന്ന്? അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത്? EDയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെ അറിയുന്നത്? അപ്പൊ മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല. നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തോട് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല, മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല, പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല, മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അത് മൂടി വെച്ചത്? പിന്നെ ഇത് സെറ്റിൽ ചെയ്യാണ് ചെയ്ത്. ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് CPM BJP ബാന്ധവമുണ്ട്. ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട്. അതിന് ചില ഇടനിലക്കാരുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ADGP അജിത് കുമാർ, ഞാനാണ് ആരോപണം ഉന്നയിച്ചത്, RSS നേതാവിനെ കണ്ട കാര്യം. അത് പൂരം കലക്കിയ ആരോപണം ഉണ്ടായി. ഇവിടെ BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നു. അതിന്റെയൊക്കെ പിന്നിൽ ഇതാണോ? ഇത് 2023 ഓർക്കണം ഈ നോട്ടീസ്. 24 തെരഞ്ഞെടുപ്പ്. അതിൽ ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത്. ഞാൻ ഇലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു, ED പിടിമുറുക്കുന്നു കരുവന്നൂർ, അവിടെയൊക്കെ വെറുതെയാണ്. ED പിടിമുറുക്കുന്ന ഇതാണ്, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് വെച്ചുകൊണ്ട്. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ്. സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ. അതറിയില്ല എന്താണെന്ന്. ഞാനതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം അത് പറഞ്ഞപ്പോ. അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? MA ബേബിക്ക് എന്താ പാർട്ടി ED നോട്ടീസ് കൊടുക്കുമ്പോൾ CPM അഖിലേന്ത്യാ സെക്രട്ടറി കൂടി നോട്ടീസ് കൊടുക്കുമോ? മാത്രമല്ല 23 അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി അല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇറങ്ങിയതെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ വിഷയം, പ്രതിപക്ഷം എന്താണ് ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ചും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിനെ കുറിച്ചും പറഞ്ഞത്. അതെല്ലാം ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2019 ദേവസ്വം മാനുവൽ മുഴുവൻ ലംഘിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ ശബരിമലയുടെ പ്രമൈസസിൽ തന്നെ വേണം എന്ന ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്. ചെന്നൈയിലേക്ക് പോയത് ഫേക്ക് ആയിട്ടുള്ള ഒരു മോൾഡാണ്. യഥാർത്ഥ സാധനം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ്. ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം. അല്ലേ? ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിയായില്ലേ? ദേവസ്വം ബോർഡ് വെച്ചാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ MLA ആണ്. CPMന്റെ അംഗങ്ങളെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോ അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഞങ്ങൾ കരുതുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ കടകംപള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത്? ഇത് ഇവിടെ നിന്ന് എത്തിക്കാൻ, ചെന്നൈയിൽ എത്തിക്കാൻ 1 മാസവും 9 ദിവസവും എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി. അത് CPM പ്രതിയാകുന്നതിന് തുല്യമാണ്. മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം. വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിന്റെ അകത്തേക്ക് വരികയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത്? ഇത് മൂടിവെച്ചു. ഈ വിഷയം മുഴുവൻ മൂടിവെച്ചു. ഇങ്ങനെ വിറ്റ കാര്യവും സ്വർണം കവർന്ന കാര്യവും ആരോടും പറയും. ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത്. എന്നിട്ട് 2025
ഈ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞതെന്താ, ഈ മദ്രാസിലെ കമ്പനിക്ക് അയക്കണ്ട, അവർ കേപ്പബിൾ അല്ല, അവർക്ക് കൊടുക്കണ്ട എന്ന് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിളിച്ചു വരുത്തി. അത് ഒക്ടോബർ 6 തീയതിയിലെ കോടതി വിധിയിൽ പറയുന്നത്, ഒക്ടോബറിലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ മറികടന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ നിഷ്കളങ്കനായി ഭാവിക്കുന്നുണ്ടല്ലോ. തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞാണ് മദ്രാസിലേക്ക് കൊടുക്കരുത്, ഇവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന്. അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി വീണ്ടും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോലേൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരം അവർക്ക് അറിഞ്ഞിട്ടും അവർ ചെയ്തത്? ഇവരെല്ലാം ഉത്തരവാദികളാണ്. അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല, അതുകൊണ്ട് വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു ഇപ്പൊ വീണ്ടും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ അടിവരയിട്ടുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് വളരെ ഗൌരവത്തോടുകൂടിയാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, ഒരു കോടീശ്വരനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, കോടതി വിധിയാണ്. കോടതി വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു വില്ലിംഗ് പർച്ചേസർക്ക് വിറ്റു എന്നാണ്, വിത്ത് എ സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ്. ഉയർന്ന തുകയ്ക്ക്, അത് ഇതിന്റെ സ്വർണത്തിന്റെ വിലയല്ല, സ്വർണം 5 കിലോ സ്വർണത്തിന്റെ വില അല്ല. ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക. എന്നിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതിന്റെ മോഡൽ വ്യത്യാസം വന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടത്. അപ്പൊ എത്രയും വലിയ കളവാണ് നടന്നത്, എത്രയും വലിയ കളവാണ് ഇത്. ഇപ്പൊ ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടക്കം പോയെന്നവിടുന്ന്. വാതിൽ പോയി, കട്ട്ളപ്പടി പോയി, ദ്വാരപാലക ശില്പം പോയി, ഇനി തങ്കവിഗ്രഹം ഉള്ള അവിടെ. ബാക്കിയൊക്കെ ഇനി പോയത് ഏതൊക്കെയെന്ന് ഇപ്പൊ വിവരം നിങ്ങൾ പുറത്തുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന്. കളവാണ് നടന്നത്, കളവ്. ഞാൻ ആവർത്തിച്ച് ചോദിക്കാൻ കാരണം, അങ്ങേപ്പോലുള്ള ഒരാൾ പല കാര്യങ്ങളും പല പേപ്പറുകളും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പല പേപ്പറും കൊണ്ടുവന്നത്, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. കാരണം ഈ 1 മാസവും 9 ദിവസവും ഇത് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി നീണ്ടു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്നതെന്നുള്ള സംശയം പ്രകടിപ്പിച്ചാൽ അത് കോടതി ശരിവെച്ചു. വ്യാജ മോൾഡാണ്, ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു. വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ, കാരണം 5 കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന്. ഇത് ദ്വാരപാലക ശില്പം. എന്തായാലും അദ്ദേഹത്തിനെ പറ്റിച്ചാണ് കോടീശ്വരനെ, കാരണം ഇത് വീട്ടിൽ വെച്ചാൽ ഉള്ള ഗുണങ്ങളെ കുറിച്ച് ഇത് കട്ട മുതലാന്ന് പറഞ്ഞിട്ടില്ല, ഒരുത്തരെ പറ്റിച്ചിട്ടാണ് ചെയ്തേക്കണത്. കേരളത്തിലാവില്ല, പുറത്താണെന്നാണ് നമ്മുടെ അറിവ്. അടുത്തൊരൊറ്റ കാര്യം കൂടി, ഈ റൂറൽ എസ് പി കോഴിക്കോട് റൂറൽ എസ് പി ഇന്നലെ തന്നെ സമ്മതിച്ചു, പോലീസിലെ ചിലർ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു. അത് പക്ഷെ അത് DGP തലത്തിൽ അത്തരമൊരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. ഇന്നലെ സംഭാഷണം പുറത്തു വന്നു. സംഭാഷണം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതല്ല, സംഭാഷണം പുറത്തുപോയതാ. അദ്ദേഹം ഏത് യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത്, ആരുടെ യോഗത്തിലാണ് പങ്കെടുത്തത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയത്? ഒരു കാര്യം സത്യമാണ്, പോലീസ് ഷാഫി പറമ്പിലിനെ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട്, അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഒരു MBA ആണ് മർദ്ദിച്ചത്, ഒരു കാരണമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ. ഇപ്പൊ SP എന്ന് പറയുന്നത് ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല, വിസിലടിച്ചിട്ടില്ല, അടിക്കാൻ പറഞ്ഞിട്ടില്ല. അടിക്കാൻ പറയാതെ, വിസിലടിക്കാതെ, ലാത്തി ചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു MPയുടെ തലയ്ക്കും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി. തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന MBയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ്. വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോഴത്തെ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയാണ്. കാരണം കള്ളന്റെ സ്ഥാനത്ത് നിൽക്കുന്ന CPM ആണ്, CPM നേതാക്കളുമാണ്. ഒരു പോലീസുകാരെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. വിഷ്ണു എന്നാണ് പോലീസുകാരൻ, അയാൾക്കെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു, അയാളാണ് തല്ലിയെന്ന് പറഞ്ഞിട്ട്. അല്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, പോലീസ് തന്നെ അന്വേഷിക്കട്ടെ. പോലീസുകാർക്ക് അറിയാല്ല ആരാ അടിച്ചെന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണമല്ലോ, കണ്ടുപിടിക്കട്ടെ. ഇനി വേറെ ടൂൾസ് ഉണ്ടാക്കി ഇനി ഞങ്ങളാരെങ്കിലും അടിച്ചാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് സാധാരണ എന്ത് വന്നാലും എന്റെ അടുത്തേക്ക് കയറുന്ന ഒരു പരിപാടിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ വരെ പുറത്ത്. KPCC പുനഃസംഘടന ഉണ്ടാവുമോ? അതൊക്കെ പാർട്ടി പ്രസിഡന്റ് പറയും, KPCC പ്രസിഡന്റ് പറയും. Subscribe to One India and never miss an update.